ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ജയ്പൂർ സന്ദർശിച്ചിരിക്കേണ്ട 10 പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഓരോ മോണുമെൻറ്റ്സിലും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവിടുത്തെ ടൈമിങ്, എൻട്രി ടിക്കറ്റ്, എവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങി എല്ലാ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ മോണുമെൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ വരുന്നതാണ്. ഇന്ന് നമുക്ക് ഈ ഒരു രീതിയിലുള്ള വീഡിയോ ആണ്. ഓരോ മോണുമെൻറ്റ്സും എങ്ങനെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം തുടങ്ങി ജയ്പൂർ പോകുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ വിസിറ്റ് ചെയ്യണത് ആമർ പാലസ് ആണ് കേട്ടോ. ഇവിടുന്നാണ് നമ്മുടെ സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ചെയ്യണത്. ആമർ പാലസ്, ആംബർ പാലസ്, ആമർ ഫോർട്ട് തുടങ്ങിയ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ നെഹർഗഡ് ഫോർട്ടും ജയ്ഗഡ് ഫോർട്ടും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആമർ പാലസിൻ്റെ അവിടെ വന്നാൽ തന്നെ 3 ഫോർട്ടും സന്ദർശിച്ച് പോവാം. 8 മണി മുതലാണ് കേട്ടോ ഇവിടേക്കുള്ള എൻട്രി. 50 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത്. ജയ്പൂരിൽ നിന്ന് 11 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. നമ്മൾ മാക്സിമം 8 മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കുക. എങ്കിലുള്ളൂ നമുക്ക് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല ജയ്പൂർ നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെ ഉള്ളൊരു പ്ലേസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കാറിൽ വരുന്നതിനേക്കാളും നല്ലത് 2 വീലറിലോ ഓട്ടോയിലോ ഒക്കെ വരുന്നതായിരിക്കും. ഓട്ടോക്കാരൊക്കെ ആകുമ്പോഴത്തേന് നേറ്റീവ്സ് ആയതുകൊണ്ട് അവർക്ക് ട്രാഫിക്കിലൊക്കെ പെടാണ്ട് വേറെ വഴികളിലൂടെയൊക്കെ വരാനറിയാം. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ ഒരു ദിവസമൊക്കെ ഉള്ളൂ സൈറ്റ് സീയിങ്ങിനുള്ളെങ്കിൽ നമ്മൾ ഈ 3 ഫോർട്ടും വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആംബർ ഫോർട്ട് മാത്രം വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. ആംബർ ഫോർട്ട് മസ്റ്റ് വിസിറ്റാണ്. ഇവിടുത്തെ ശീഷ് മഹലൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. രാജ മാൻസിംഗ് ആണ് ഈ ഒരു പാലസ് പണിയേൽപ്പിച്ചിട്ടുള്ളത്. നമ്മളിവിടെ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡിൻ്റെ സർവീസ് ആവശ്യമാണ്. എങ്കിലുള്ളൂ നമുക്ക് ഓരോ പ്ലേസ് എന്താണെന്നൊക്കെ മനസ്സിലാകുള്ളൂ. നമുക്ക് താഴെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ ഗൈഡിനെ ലഭിക്കും കേട്ടോ. 400 രൂപയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ 200 രൂപയ്ക്കും 100 രൂപയ്ക്കൊക്കെ ലഭിക്കും കേട്ടോ. ഞങ്ങൾ 400 രൂപ തന്നെ കൊടുത്തിരുന്നു. നമുക്ക് ബാർഗെയിനിങ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് ജീപ്പിൽ വരാം. അതുപോലെ തന്നെ എലിഫൻറ്റ് സഫാരി ഉണ്ട്. പിന്നെ നമുക്ക് പെഡസ്റ്റലായിട്ടും വരാം കേട്ടോ. എലിഫൻറ്റ് സഫാരിക്ക് 2 പേർക്ക് 1200 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈഡ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാതിരിക്കുമായിരിക്കും കേട്ടോ നല്ലത്. അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതിനേക്കാളും വില കുറച്ച് സാധനങ്ങൾ ലഭിക്കുന്ന ഒരുപാട് മാർക്കറ്റ് ജയ്പൂരിലുണ്ട്. അതുമാത്രമല്ല ഇവിടെ കൂടെ കയ്യിൽ കൊണ്ടുനടന്ന് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവിടെ നിന്ന് വാങ്ങിയാൽ നല്ല അഫോർഡബിളാണ്. ഈ പ്ലേസസിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ മസ്റ്റ് വിസിറ്റ് പ്ലേസസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നെഹർഗഡ് ഫോർട്ടാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്യണത്. നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ സൈറ്റ് സീയിങ്ങിനുണ്ടെങ്കിൽ മാത്രം ഇവിടെ പോയാൽ മതി. നമുക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ സൈറ്റ് സീയിങ്ങിനുണ്ടെങ്കിൽ നമുക്ക് ഈ 3 ഫോർട്ടും പോകാവുന്നതാണ്. അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം മാത്രം സൈറ്റ് സീയിങ്ങിനുണ്ടെങ്കിൽ ഈ 3 ഫോർട്ടിൽ കൂടെ പോയാൽ ഒരു ദിവസം അങ്ങനെ തന്നെ പോകും. അപ്പോൾ നമുക്ക് ഒരു ദിവസം സൈറ്റ് സീയിങ്ങിനുണ്ടെങ്കിൽ നമ്മൾ ആംബർ ഫോർട്ടിൽ മാത്രം വിസിറ്റ് ചെയ്താൽ മതി. ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് നെഹർഗഡ് ഫോർട്ടും ഉള്ളത് കേട്ടോ. ആംബർ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഫോട്ടോ ഉള്ളത്. 9 മണി തൊട്ടാണ് കേട്ടോ ഇവിടേക്കുള്ള എൻട്രി. 50 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. 3rd വൺ ജയ്ഗഡ് ഫോർട്ട്. ഇവിടെ മെയിനായിട്ടുള്ളത് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന വെപ്പൺസ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയൊരു പീരങ്കി ഉണ്ട്. ആ പീരങ്കിയിൽ നമ്മൾ 100 കിലോ ഗൺ പൗഡർ ലോഡ് ചെയ്യാൻ അത്ര വലിപ്പമുള്ളൊരു പീരങ്കിയാണ് കേട്ടോ ഉള്ളത്. അതുപോലത്തെ കുറേ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് നന്നായിട്ട് നടക്കാനുണ്ട് ഇവിടെ വന്നാലും. നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെയാണ് സൈറ്റ് സീയിങ്ങെങ്കിൽ ഇവിടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. 70 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത്. 4th വൺ പനാമിനാക്ക കുണ്ട്. ആംബർ ഫോർട്ടിൻ്റെയൊക്കെ വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു 8 സ്റ്റോറീഡ് സ്റ്റെപ്പ് വെല്ലാണ്. 200 ഫീറ്റാണ് ഇതിൻ്റെ ഡെപ്ത് വരുന്നത്. അതുപോലെ തന്നെ 1800 സിമെട്രിക്കൽ സ്റ്റെപ്പും ഇതിനുണ്ട്. 5th വൺ ജൽമഹൽ. നേരത്തെ പറഞ്ഞ 4 സ്ഥലങ്ങളും അടുത്തടുത്താണ്. അതൊക്കെ കണ്ട് തിരിച്ച് ജയ്പൂർക്ക് പോണ വഴിക്കാണ് ജൽമഹൽ. ജൽമഹൽ ഒരു 5 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്.
വെള്ളത്തിന് നടുക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 4 നിലകളും വെള്ളത്തിന് അടിയിലാണ്. മുകളിലത്തെ ഒരു നില മാത്രമേ ഉള്ളൂ നമുക്ക് വെള്ളത്തിന് മുകളിൽ കാണാൻ പറ്റുള്ളൂ. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചതെന്നിട്ടാണ് പൊതുവെ ഉള്ളൊരു ബിലീഫ്. അത് ഡക്ക് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നമുക്ക് മറ്റേ ക്യാമൽ സഫാരി ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ സൗകര്യമുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു 5-10 മിനിറ്റ് ഇവിടെ നിന്ന് കാണാനുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ബിൽഡിങ്ങിലേക്ക് പ്രവേശനമൊന്നുമില്ല കേട്ടോ. ഇവിടെ പുറത്ത് നിന്ന് കാണാൻ പറ്റുക മാത്രമേ ഉള്ളൂ. സിക്സ്ത് വൺ സിറ്റി പാലസ്. 400 രൂപയാണ് ഇതിലേക്കുള്ള എൻട്രി ഫീ. 400 രൂപ കൊണ്ട് മ്യൂസിയവും ഇതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ ആ ഫ്ലാഗ് കാണുന്ന ബിൽഡിങ് കണ്ടില്ലേ, അതിൽ 2 ഫ്ലാഗ് ഉള്ളതിനർത്ഥം അത് റോയൽ പാലസ് ആണ് കേട്ടോ. അതിനുള്ളിൽ കിങ് ഉണ്ട് എന്നാണ്. ആ ചെറിയ ഫ്ലാഗും കൂടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ചെറിയ ഫ്ലാഗ് ഇല്ലെങ്കിൽ അവിടെ കിങ് ഇല്ല എന്നാണ് കേട്ടോ അർത്ഥം. 2010 ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. റോയൽ പാലസിലെ റൂമുകളും കൂടെ കാണണമെങ്കിൽ 3000 രൂപയാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. ഇത് റോയൽ പാലസിലെ 3rd ഫ്ലോറിലുള്ള ബ്ലൂ റൂമാണ്. ഇവിടെ എല്ലാം ബ്ലൂ കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. റോയൽ പാലസിൽ സിറ്റി പാലസിലും മിക്ക സ്ഥലത്തും വീഡിയോഗ്രാഫി അലൗഡ് അല്ല കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ശോഭ നിവാസ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഫുള്ള് ഗോൾഡൻ ആണ് കേട്ടോ. ഈ ഗോൾഡ് കളറിൽ കാണുന്നതൊക്കെ ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. അതുപോലെ തന്നെ ആ കാർപ്പറ്റിൽ കാണുന്ന ആ ഗോൾഡൻ കളറുള്ള സംഭവമൊക്കെ ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കേട്ടോ ഈ ശീഷ് മഹൽ ഉള്ളത്. ഫുള്ള് ഗ്ലാസ് കൊണ്ടാണ്, ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഗ്ലാസ് കൊണ്ടിട്ടാണ് ഇവിടെ ഫുള്ള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മ്യൂസിയത്തിലുള്ള ഒരു വലിയ സിൽവർ കൊണ്ടുള്ള ഒരു വലിയൊരു പോട്ടാണ് കേട്ടോ. ഗംഗാജലം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണിത്. 7th വൺ ജന്തർ മന്ദിർ. സിറ്റി പാലസിന് വളരെ അടുത്ത് തന്നെയാണ് ജന്തർ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. 52 റുപ്പീസാണ് ഇതിലേക്കുള്ള എൻട്രി ഫീ വരുന്നത്. 1728 മഹാരാജ ജയ്സിംഗ് ആണ് ജന്തർ മന്ദിർ പണികഴിപ്പിച്ചിട്ടുള്ളത്. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ജന്തർ മന്ദിറുകളിൽ ഒന്നാണിത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ജയ്പൂരിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകൾ കാണാം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സിറ്റി പാലസിൻ്റെ റോയൽ പാലസ് ആണ് കേട്ടോ ആ കാണുന്നത്. അതുപോലെ തന്നെ ഫോർട്ടുകളും ഒക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. 8th വൺ ഹവാമഹൽ. സിറ്റി പാലസ് കോംപ്ലക്സിൽ തന്നെയാണ് ഹവാമഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ലോർഡ് കൃഷ്ണയുടെ ക്രൗണിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഇല്ലാത്ത ഏറ്റവും വലിയൊരു ബിൽഡിംഗ് ആണിത്. ഒരു 5 സ്റ്റോറി ബിൽഡിംഗ് ആണിത്. ഇതിൻ്റെ ഓരോ ഫ്ലോറിനും ഓരോ പേരാണ്. വിചിത്ര മന്ദിർ, പ്രകാശ് മന്ദിർ, ഹവാ മന്ദിർ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ഫ്ലോറിനും പേര് കൊടുത്തിട്ടുള്ളത്. 1799 മഹാരാജ പ്രതാപ് സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 953 വിൻഡോസാണ് ഇതിൻ്റെ ഔട്ട് സൈഡ് വോളിലുള്ളത്. 50 റുപ്പീസാണ് എൻട്രി ഫീ വരുന്നത്. 9th വൺ ആൽബർട്ട് ഹോൾ മ്യൂസിയം. എൻട്രി ഫീ 40 റുപ്പീസാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 9:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഇതിൻ്റെ ഉള്ളിൽ പഴയ പോട്രീസും വെപ്പൺസും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, കാർപ്പറ്റ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2300 വർഷം പഴക്കമുള്ള ഒരു മമ്മിയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. 1876 രാം സിംഗ് 2 ആണ് ഈ ഒരു ബിൽഡിങ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വെയിൽസിലെ പ്രിൻസിൻ്റെ വിസിറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബിൽഡിങ് അദ്ദേഹം ഉണ്ടാക്കിയത്. ആൾക്ക് ലണ്ടനിലെ വിക്ടോറിയ ആൽബർട്ട് മ്യൂസിയത്തിൻ്റെ മോഡലിലുള്ളൊരു ബിൽഡിങ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു മോഡലിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ നൈറ്റ് വ്യൂ ഒക്കെ. 10th വൺ ബിർള മന്ദിർ. 1988 പണി കഴിപ്പിച്ച ഒരു ഹിന്ദു ടെമ്പിളാണിത്. ഫുള്ള് മാർബിളിലാണ് പണിതിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. എൻട്രി ഫീ ഒന്നുമില്ല.
അതുപോലെ തന്നെ പാട്രിക ഗേറ്റൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ അജ്മീരി ഗേറ്റ് വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല, പോയൊരു ഫോട്ടോ എടുത്തൊക്കെ വരാം, അത്ര തന്നെ. മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജയ്പൂരിൽ മെയിനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ചൗക്കിലത്തെ ഫുഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ചൗക്കിദാനിയിൽ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 750 to 1200 ആണ് കേട്ടോ വരുന്നത്. അപ്പം ഫുഡും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അവിടെ പോയാൽ നമുക്ക് രാജസ്ഥാനി തനതായ ഫോക്ക് ഡാൻസ്, അതുപോലെ തന്നെ ആർട്സ്, പപ്പറ്റ് ഷോ, അങ്ങനത്തെ രാജസ്ഥാനി സംബന്ധമായിട്ടുള്ള എല്ലാ ആർട്സും ക്രാഫ്റ്റും കൾച്ചറൽ പ്രോഗ്രാംസും അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ 1 ഡേ ആണുള്ളെങ്കിൽ എങ്ങനെ ടൂർ പ്ലാൻ ചെയ്യാം, എവിടെയൊക്കെ പോകണം എന്നും 2 ഡേ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാമെന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓർഡറിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.